നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ ഡിജിറ്റൽ സെൻസസ് 2026 തുടക്കമായിരിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വന്ന് വിവരങ്ങൾ ചോദിച്ചെഴുതുന്ന പഴയ രീതിക്ക് മാറ്റം വരികയാണ്. പകരം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വന്തം വീട്ടിലിരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനായി ശ്രദ്ധിക്കേണ്ടത് എന്ന് വളരെ ലളിതമായി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നു. ഐഷ മൈഡിയാസിന്റെ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. രാജ്യം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാതലായ ഒരു മാറ്റമാണ് ജനസംഖ്യാ കണക്കെടുപ്പിലും വന്നിരിക്കുന്നത്. ഭരണകൂടത്തിന് കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ഡിജിറ്റൽ സെൻസസ് വളരെ വലിയ പങ്ക് വഹിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സൈബർ കഫേകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി പണം കളയാതെ സ്വന്തം സ്മാർട്ട് ഫോണിലൂടെ തന്നെ ഇത് ചെയ്തെടുക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഡിജിറ്റൽ സെൻസസ് പോർട്ടലിൽ നമ്മൾ എന്തൊക്കെ വിവരങ്ങളാണ് നൽകേണ്ടത് എന്ന് നമുക്ക് ആദ്യം തന്നെ ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. ഈ ഓൺലൈൻ സെൻസസ് പ്രക്രിയക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ കാർഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക എന്നതാണ്. ആദ്യം നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ se.census.gov.in ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ സെൽഫ് എന്യൂമറേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ സെലക്ട് സ്റ്റേറ്റ്, നിങ്ങളുടെ സ്റ്റേറ്റ് കേരള, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ക്യാപ്ച എന്താണ് അവിടെ തന്നത് അതുപോലെ തന്നെ അവിടെ എഴുതി കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ്, ഇത് ഓക്കെ കൊടുക്കുക. പിന്നെ കുടുംബനാഥന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെല്ലിംഗ് ഒന്നും വ്യത്യാസം വരരുത്, അതുപോലെ ഇനീഷ്യലും അതും വ്യത്യാസം വരരുത്. പിന്നെ കുടുംബനാഥന്റെ മൊബൈൽ നമ്പർ അതും കൊടുക്കുക. പിന്നെ കുടുംബനാഥന്റെ ഇമെയിൽ ID അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP, അപ്പം അവരുടെ ഫോണിൽ OTP നമ്പർ വരും. ഓക്കെ കൊടുത്ത് OTP നമ്പർ എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെരിഫൈ. ഞാൻ ലാംഗ്വേജ് ചെയ്യാൻ അടിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ലാംഗ്വേജ് എടുത്തു. ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വരും. താങ്കളുടെ SEID, അതായത് സ്ഥലത്തെ എന്യൂമറേറ്റർക്ക് സ്ഥിരീകരണത്തിനായി നൽകുന്നതിന് മാപ്പിൽ താങ്കളുടെ വീടിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുക. ചുവന്ന ലൊക്കേഷൻ മാർക്കർ താങ്കളുടെ വീടിന് മുകളിലേക്കോ വീടിന് അടുത്തേക്കോ നിർബന്ധമായി നീക്കി വെക്കുക. ഇതൊക്കെ ആയിട്ട് ഓക്കെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. പിന്നെ പിൻകോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വില്ലേജ്, നിങ്ങളുടെ വില്ലേജ് ഏതാണോ അതാ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് വരും. ഇപ്പോൾ നിങ്ങളുടെ വീട് ഏത് സ്ഥലത്താണോ അവിടെ നീക്കി കൊണ്ടുപോയി നിർത്തണം. കറക്റ്റായിട്ട് തന്നെ വെക്കണം. അതിനു ശേഷം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. കുടുംബനാഥന്റെ പേര്, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ എന്നിവയ്ക്ക് പുറമെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ വിവരങ്ങളും 1 by 1 ആയി ഇതിൽ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുമ്പോൾ സ്പെല്ലിംഗ് തെറ്റുകളോ ജനനത്തീയതിയിലെ മാറ്റങ്ങളോ വരാതെ കൃത്യമായി ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ വിവരങ്ങൾ ഭാവിയിൽ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് മാനദണ്ഡമായി വന്നേക്കാം. അംഗങ്ങളുടെ വിവരങ്ങൾ കഴിഞ്ഞാൽ അടുത്തതായി ചോദിക്കുന്നത് നമ്മുടെ വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ്. വീട് സ്വന്തമാണോ, വാടകയ്ക്കാണോ, വീടിന്റെ മേൽക്കൂര കോൺക്രീറ്റ് ആണോ, ഷീറ്റ് ഇട്ടതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ചോദിക്കും.
അതോടൊപ്പം തന്നെ വീട്ടിലെ കുടിവെള്ള സ്രോതസ് കിണറാണോ പൈപ്പ് കണക്ഷനാണോ എന്നും, വീട്ടിൽ വൈദ്യുതി കണക്ഷൻ, ശൗചാലയ സൗകര്യം, LPG ഗ്യാസ് കണക്ഷൻ എന്നിവ ലഭ്യമാണോ എന്നും ഇതിൽ ടിക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ അപേക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇനി ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിലവിൽ ഒരുപാട് ആളുകൾ ഈ സൈറ്റിലൂടെ സെൻസസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പലർക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ ഒരുപാട് കമന്റുകളും പരാതികളും വരുന്നുണ്ട്. ചിലർ പറയുന്നത് ലിങ്ക് അപേക്ഷിക്കാനായി ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല എന്നാണ്. അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സർവർ തിരക്കാണ് ഇതിന് കാരണം. എല്ലാവരും ഒരുമിച്ച് ഒരേ സമയം ചെയ്യാൻ നോക്കുമ്പോൾ സൈറ്റ് തനിയെ ബ്ലോക്കായി പോകാം. മറ്റു ചിലർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപേക്ഷയുടെ അവസാന ഭാഗത്ത് നമ്മുടെ വീട് ഡിജിറ്റൽ മാപ്പിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. മാപ്പിൽ നോക്കുമ്പോൾ വീടിന്റെ ലൊക്കേഷൻ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പേജ് ഹാങ് ആകുന്നു എന്നതാണ് ഭൂരിഭാഗം പേരുടെയും പരാതി. ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പരിഹരിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ലിങ്ക് ഓപ്പൺ ആകാത്തവർ പകൽ സമയങ്ങളിലെ തിരക്കൊഴിവാക്കി രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ അതിരാവിലെയോ ചെയ്യാൻ ശ്രമിക്കുക. ബ്രൗസറിലെ ഹിസ്റ്ററിയും കാഷെ ഫയലുകളും ക്ലിയർ ചെയ്ത ശേഷം ഗൂഗിൾ ക്രോമിലെ ഇൻകോഗ്നിറ്റോ വിൻഡോ വഴി ലിങ്ക് തുറന്നാൽ സൈറ്റ് എളുപ്പത്തിൽ ഓപ്പൺ ആകും. ഇനി മാപ്പിൽ വീട് കാണിക്കാത്തവർ ചെയ്യേണ്ടത്, അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിലെ GPS അഥവാ ലൊക്കേഷൻ സർവീസ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. വെബ്സൈറ്റ് തുറക്കുമ്പോൾ ലൊക്കേഷൻ പെർമിഷൻ ചോദിച്ചാൽ അത് നിർബന്ധമായും അലൗ ചെയ്ത് നൽകണം. ഇനി നിങ്ങളുടെ വീട് നേരിട്ട് മാപ്പിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും പ്രശസ്തമായ ലാൻഡ്മാർക്ക്, സ്കൂളോ ജംഗ്ഷനോ മാപ്പിൽ സെർച്ച് ചെയ്യുക. അത് കണ്ടുപിടിച്ച ശേഷം അതിനോട് ചേർന്ന് നിങ്ങളുടെ വീട് എവിടെയാണോ വരുന്നത് അവിടെ മാപ്പിൽ ഒരു തവണ വിരൽ അമർത്തിക്കൊണ്ട് ലൊക്കേഷൻ കൃത്യമായി മാർക്ക് ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആദ്യഘട്ടത്തിൽ ലിങ്ക് കിട്ടുന്നില്ലെന്ന് കരുതിയോ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നില്ലെന്ന് കരുതിയോ ആരും ഇത് ചെയ്യാതിരിക്കരുത്. ഞാൻ ഈ പറഞ്ഞ ചെറിയ പരിഹാരങ്ങൾ അവസാന ഘട്ടത്തിൽ പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സുഗമമായി ഡിജിറ്റൽ സെൻസസ് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൃത്യമായ സാങ്കേതിക അറിവുകൾക്കായി ഐഷാം ഐഡിയാസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.